പിണറായിക്ക് മുകളിലായതിനെ കിട്ടിയ പാരയോ? ശൈലജ ടീച്ചറെ വനവാസത്തിന് അയക്കാൻ നീക്കം. മട്ടന്നൂർ വിട്ട് പേരാവൂരിലേക്ക്, കണ്ണൂരിലെ ചെങ്കോട്ടയിൽ വിള്ളലോ? CPM സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ മണ്ഡലമാറ്റം കേരളീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുകയാണ്. മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റിയ തീരുമാനത്തിന് പിന്നാലെ രാഷ്ട്രീയ കാരണങ്ങൾ എന്താണെന്ന ചോദ്യമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച നേതാവിനെ സുരക്ഷിത മണ്ഡലത്തിൽ നിന്ന് മാറ്റിയത് പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. CPM അതിന്റെ സ്ഥാനാർത്ഥിക പട്ടിക പുറത്തുവിടുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറുടെ പേരാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ശൈലജ ടീച്ചറെ സ്വന്തം തട്ടകമായ മട്ടന്നൂരിൽ നിന്ന് മാറ്റി പേരാവൂരിലേക്ക് അയക്കുന്നത് എന്തിനാണ്? ഇത് വെറും ഒരു മണ്ഡലമാറ്റമാണോ, അതോ ടീച്ചറെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള കൃത്യമായ തിരക്കഥയാണോ? ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് CPMലെ ആഭ്യന്തര പടലപ്പിണക്കങ്ങളിലേക്ക് തന്നെയാണ് എന്നതിൽ സംശയമില്ല. ടീച്ചറെ വനവാസത്തിന് അയക്കാനുള്ള ഈ നീക്കത്തിന് പിന്നിലെ രഹസ്യങ്ങൾ നമ്മുടെ രീതിയിൽ നമുക്കൊന്ന് പരിശോധിക്കാം. കണ്ണൂരിലെ CPMന്റെ ഉറച്ച കോട്ടയായ മട്ടന്നൂരിൽ നിന്ന് ശൈലജ ടീച്ചറെ പറിച്ചു നട്ട് പേരാവൂരിലേക്ക് മാറ്റിയതിന് വനവാസത്തിന് അയക്കൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. 2021 തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തോടെയാണ് ശൈലജ ടീച്ചർ നിയമസഭയിലെത്തിയത്. ലോകം മുഴുവൻ ക്വാറന്റീനിലായ കോവിഡ് കാലത്തെ ടീച്ചറുടെ പ്രവർത്തനം ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിക്കാൻ വലിയ പങ്കുവഹിച്ചെന്നതും തർക്കമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇപ്പോൾ വാസ്തവത്തിൽ പിണറായി വിജയന് ശേഷം ടീച്ചറായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന രീതിയിൽ പല മാധ്യമങ്ങളും ജനങ്ങളുടെ പ്രചാരണം നടത്തിയതാണ്. വാസ്തവത്തിൽ പിണറായി വിജയന് ശേഷം ടീച്ചറായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന രീതിയിൽ പല മാധ്യമങ്ങളും ജനങ്ങളും പ്രചാരണം നടത്തിയതാണ് ടീച്ചർക്ക് വിനയായതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടും ടീച്ചറെ മന്ത്രിയാക്കിയില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ സുരക്ഷിതമായ മട്ടന്നൂർ സീറ്റ് പോലും നിഷേധിച്ചിരിക്കുകയാണ് എന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ സമകാലിക കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇനി മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് പേരാവൂർ ടീച്ചർക്ക് ഒരു പാരയായി മാറുന്നത്? രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിലും അല്ലാതെയും പേരാവൂർ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം UDFന് ഏറെ അനുകൂലമാണ്. മണ്ഡലം പുനർനിർണയത്തിനു ശേഷം അവിടെ ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളിയാണുള്ളത്. നിലവിലെ MLAയും KPCC പ്രസിഡന്റുമായ സണ്ണി ജോസഫ് അവിടെ അജയനായി തുടരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വലിയ വസ്തുത. കുടിയേറ്റ മേഖലയിലെ ക്രൈസ്തവ വോട്ടുകൾ സണ്ണി ജോസഫിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നത് ഏതു പൊട്ടനും അറിയാവുന്ന കാര്യമാണെന്ന് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന സകലമാന മനുഷ്യർക്കും അറിയുന്ന കാര്യമാണ്. ഇങ്ങനെയെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ടീച്ചറെ തോൽവി ഉറപ്പുള്ള ഒരു മണ്ഡലത്തിലേക്ക് തള്ളിവിടുന്നത് ടീച്ചർ കേരള രാഷ്ട്രീയത്തിൽ വട്ടപൂജ്യമാണെന്ന് തെളിയിക്കാനും ഒരുപക്ഷെ കേരള ജനതയ്ക്ക് മുന്നിൽ പരിഹാരപാത്രമാവാനും വേണ്ടിയായിരിക്കാം. അതായത് ഏകദേശം ഒരു 10,000 വോട്ടുകൾക്കെങ്കിലും ടീച്ചറെ അവിടെ തോൽപ്പിച്ച് രാഷ്ട്രീയ വനവാസത്തിന് അയക്കുക എന്ന ക്രൂരമായ നീക്കമാണ് നടക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ചർച്ചയാകുന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാടുകളാണ്. തന്റെ ഭാര്യ PK ശ്യാമളയ്ക്ക് വേണ്ടി തളിപ്പറമ്പ് സീറ്റ് ഒഴിയുന്നതിനെ ഇടതുപക്ഷത്തിന്റെ ന്യായ വ്യതിയാനമായും ആ പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന്റെ വ്യക്തമായ ലംഘനമാണെന്നതും എങ്ങനെ പറയാതിരിക്കും? ഈ നിലപാടിനെ കുടുംബഭരണം ഒഴിവാക്കൽ എന്ന് പറഞ്ഞ് രാഷ്ട്രീയ കേരളം പരിഹസിച്ചെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. നേരത്തെ വിജയരാഘവൻ സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദുവിന് വേണ്ടി സീറ്റ് ഒപ്പിച്ചു കൊടുത്ത അതേ മാതൃകയാണ് ഇവിടെയും പിന്തുടരുന്നത് എന്നത് തലയിൽ തലച്ചോറുള്ള മനുഷ്യർക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പാർട്ടി നിലപാടുകളോടും പ്രത്യയ ശാസ്ത്രവും മറന്ന് തനിക്ക് ഏറ്റവും വിശ്വാസമുള്ള സ്വന്തം സഹധർമ്മിണിക്ക് സീറ്റ് നൽകുന്നത് വഴി പാർട്ടിയിലെ ആധിപത്യം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ തന്നെയായിരിക്കും ഗോവിന്ദൻ മാസ്റ്റർ ശ്രമിക്കുന്നത്. സ്വന്തം ഭാര്യയ്ക്ക് സീറ്റ് നൽകുമ്പോൾ മറുഭാഗത്ത് ജനപ്രീതിയുള്ള ടീച്ചറെ വെല്ലുവിളികൾ നിറഞ്ഞ മണ്ഡലത്തിലേക്ക് മാറ്റി നിശബ്ദമാക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നതെന്ന വികാരവും ഇവിടെ ശക്തമാണ്. വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശൈലജ ടീച്ചർക്ക് വലിയ ഭൂരിപക്ഷത്തിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ നിയമസഭയിലേക്കും വെല്ലുവിളി ഉയർത്തുന്ന ഈ മാറ്റം. പേരാവൂരിൽ സണ്ണി ജോസഫിനെ പോലൊരു അധികായനെ നേരിടുക എന്നത് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. UDF തരംഗം നിലനിൽക്കുന്ന പേരാവൂരിൽ ടീച്ചർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് കണ്ടറിയണം. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോരുകളും വ്യക്തിപ്രഭാവത്തോടുള്ള എതിർപ്പുമാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലെന്ന് എന്തായാലും വ്യക്തമാണ്. ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇത്രമാത്രമാണ്: ശൈലജ ടീച്ചർ എന്ന ജനകീയ നേതാവിനെ പേരാവൂരിലേക്ക് മാറ്റി നിർത്തുന്നതിലൂടെ CPM എന്ത് സന്ദേശമാണ് പാർട്ടിക്കും പാർട്ടി അണികൾക്കും ഇടതുപക്ഷത്തിൽ ഇപ്പോഴും വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്കും നൽകുന്നത്?
തുടർ ഭരണത്തിന് കാരണക്കാരിയായ ഒരു മന്ത്രിയെ പടിപടിയായി രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് തന്നെ കാരണമാകുമെന്ന് അറിയാത്തത്ര പമ്പര വിഡ്ഢികളാണോ കേരളം ഭരിക്കുന്നത്? അതെന്തായാലും അല്ല. ടീച്ചറെ തോൽപ്പിക്കാൻ ബോധപൂർവം തയ്യാറാക്കിയ തിരക്കഥയാണിതെങ്കിൽ അത് CPM-ന്റെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. അതല്ല, ഇനി പേരാവൂരിൽ കുടിയേറ്റ ജനത ടീച്ചറെ സ്വീകരിക്കുമോ അതോ സണ്ണി ജോസഫിന്റെ കൈ തന്നെ മുറുക്കി പിടിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. പാർട്ടിക്കകത്ത് നടക്കുന്ന ചരടുവലികളുടെ കണ്ണികൾ മുറിയുമ്പോൾ ജനമനസ്സുകൾ കീഴടക്കിയ ടീച്ചറെ തഴയുന്ന നീക്കം CPM-ന് ഏതു രീതിയിൽ തിരിച്ചടിയാകുമെന്നത് അധികം താമസിയാതെ തന്നെ കാണാം.